ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിച്ച് പാസ്സാക്കിയാൽ തന്നെ നടപ്പിലാക്കില്ല എന്ന് ഒരു മന്ത്രിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ബഡ്ജറ്റ് പാസ്സാക്കിയതിന് ശേഷം, ധനബിൽ പാസ്സാക്കിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പിന്നെ ചെയ്യാമെന്നാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. പമ്പര വിഡ്ഢിത്തമാണ്, മോഷ്കത്തരമാണ്, നിയമവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം അടങ്ങുന്ന ബഡ്ജറ്റ് പാസ്സാക്കി പിന്നെ നയം പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ മാറ്റാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേൽക്കൂര കെട്ടിയതിന് ശേഷം ഞങ്ങൾ അടിത്തറയെ സംബന്ധിച്ച് പരിശോധിക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തെല്ലാം വഴിവിട്ട മാർഗങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ബഡ്ജറ്റ് അവതരണവും ബഡ്ജറ്റ് അവതരണത്തിൻ്റെ ഭാഗമായി ഇപ്പം നിയമസഭയിൽ കാട്ടിക്കൂട്ടുന്ന കളികളും. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി ഇതിനെതിരായ നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചു. ഇതിങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കാൻ പാടില്ല. സഖാവ് VS അധികാരത്തിൽ വരുന്ന സമയത്ത് പൊതുവായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഡിമാൻഡ് ചർച്ച അനുവദിച്ചു. പിണറായി വന്ന സമയത്ത് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഡിമാൻഡ് അവതരിപ്പിച്ചു, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു. അപ്പം ഇതപര്യന്തമുള്ള കേരള നിയമസഭയുടെ ചരിത്രത്തിലെ നിയമനിർമ്മാണവും ബഡ്ജറ്റ് അവതരണവും പാസ്സാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ സ്വീകരിക്കാത്ത ഒരു മാർഗമാണിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ധനബില്ലിന് അനുവാദം കൊടുക്കരുത്. അത് നിയമവിരുദ്ധമാണ്. ഇല്ല, വിടുന്നില്ല. അതെ 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 അതായത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്നുള്ളത് മാൻഡേറ്ററിയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനിതര സാധാരണമായ ഒരു അന്തരീക്ഷം നിയമസഭയിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. പൊതു കോൺസെൻസസ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുണ്ടാക്കിയാൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ പാസ്സാക്കാം. അതിന് അങ്ങനെ വന്നാൽ പോലും ചട്ടം വെയ്വ് ചെയ്യണം, എന്നിട്ട് പ്രമേയം കൊണ്ടുവരണം. ഇവിടെ അങ്ങനെയുള്ള സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ പ്രതിപക്ഷം തന്നെ എതിർക്കുന്നു, ഭരണപക്ഷം തന്നെ എതിർക്കുന്നു, മന്ത്രി തന്നെ എതിർക്കുന്നു. എന്നിട്ട് അവതരിപ്പിക്കുന്ന ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രസിഡന്റ് ആരോഗ്യകരമല്ല. ഭരണഘടനയോടും നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടത്തിനോടും അതുവഴി നിയമസാമാജികന്മാരോടും നിയമസഭയോടും കാട്ടുന്ന വെല്ലുവിളിയാണ്. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്. പാസ്സാക്കിയിട്ടുള്ളൊരു നിയമം സാധാ നിയമമല്ല. ബഡ്ജറ്റിൻ്റെ ഭാഗമായി വിവിധ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം സാധാരണ നിലയിൽ ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരം നിയമങ്ങളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമാക്കുന്നത്. ആ ഫിനാൻസ് ബില്ല് പാസ്സാക്കി അതുവഴി ബഡ്ജറ്റ് പാസ്സാക്കി ഗവർണറുടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞാനിത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു മന്ത്രി വിചാരിച്ചാലും കഴിയില്ല. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി അക്കാര്യം മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് എന്നെനിക്കറിയില്ല. അപ്പോൾ സാധാരണ നിലയിൽ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ്, അതിസമർത്ഥമായിട്ടുള്ള വഴി സ്വീകരിക്കുകയാണ്. കാരണം ഈ നയം നടപ്പിലാക്കണം, അതുകൊണ്ട് വർദ്ധിപ്പിച്ച വില വാങ്ങാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, കോടതി അനുകൂലമായില്ല, കോടതി എതിരായി. ഇത്തരം കാര്യങ്ങളിൽ കോടതിയെ കൊണ്ട് പ്രച്ഛന്ന വേഷം കെട്ടിപ്പിക്കുന്നതിനുള്ള ഒരു വഴിവിട്ട മാർഗം ഇവർ സ്വീകരിക്കുകയാണ്. അതിൽ കോടതി വീടില്ല എന്നുള്ളത് ഉറപ്പ്. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവരുടെ മനസ്സിലുള്ള അജണ്ട ധനബില്ലിൻ്റെ ഭാഗമായി നടപ്പിലാക്കി നികുതി കുറച്ചു കൊടുക്കുക. അപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതുതന്നെയാണ് നടപ്പിലാകുക. അപ്പോൾ പറയും നയം ഞങ്ങൾക്ക് നടപ്പിലാക്കണമെന്നുണ്ടായിരുന്നു, ഈ കുറച്ചത് വർദ്ധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഇങ്ങനെ പറയുന്നു. ആ ഒരു വളഞ്ഞ വഴി വേറെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. സ്വതവേ ക്രൂക്കഡാണ് ഇവരുടെ ഒരു പൊതു സമീപനം. അപ്പോൾ
ഈ ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പിൻവാങ്ങണം. അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ വി എസ് സുധീരൻ സൂചിപ്പിച്ചതുപോലെ നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ച് ഇത് അവതരിപ്പിക്കണം.